നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ ഒരു അവിശ്വസനീയമായ കഥയാണ്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ മനോബൽ കെ ധനി എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഈ കഥ പ്രതിസന്ധികളെ എങ്ങനെ മനക്കരുത്തുകൊണ്ട് മറികടക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കും. നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം. നമ്മുടെ ഈ കഥയിലെ നായകൻ ചാർലി ബ്രൗൺ. ഒരു വലിയ അപകടത്തിൽ അദ്ദേഹത്തിന് തന്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ ചലനശേഷി തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥ. പക്ഷേ വിധി അവിടം കൊണ്ടും നിർത്തിയില്ല. 2 കാലുകൾക്ക് പുറമേ ഒരു കൈയും അദ്ദേഹത്തിന് നഷ്ടമായി. അതായത് ഒരൊറ്റ കൈ മാത്രം ബാക്കിയുള്ള കാലുകളില്ലാത്തൊരാളായി ചാർലി മാറി. ഈ ഒരു അവസ്ഥയിൽ ആരായാലും തളർന്നുപോകുമല്ലേ? ശരി, ഇത്രയും വലിയ ശാരീരിക പരിമിതികളുണ്ടായിട്ടും അദ്ദേഹം എന്തു ചെയ്തുവെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ലക്ഷ്യം കേട്ടാൽ നമ്മൾ ഒരുപക്ഷെ അവിശ്വസിച്ചു പോകും. കാരണം അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥയേക്കാൾ എത്രയോ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ. അതെ, ചാർലിയുടെ ലക്ഷ്യം ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുക എന്നതായിരുന്നു. ഒന്നോർത്തു നോക്കൂ, ഒരൊറ്റ കൈയുമായിട്ട് തന്റെ വീൽചെയറിൽ ലോകം ചുറ്റാനിറങ്ങുന്ന ഒരാളുടെ ആ ഒരു നിശ്ചയദാർഢ്യം. അങ്ങനെ 1969 ജൂലൈ 4-ന് സാൻ ഫ്രാൻസിസ്കോവിൽ നിന്ന് ആ ഐതിഹാസിക യാത്ര തുടങ്ങി. വെറും 2 വർഷം കൊണ്ട് അദ്ദേഹം ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൂടെ ലോകം ചുറ്റി. ഒടുവിൽ 1971 വിജയകരമായി തിരിച്ചെത്തി. ഇനി ഈ യാത്രയുടെ ഏറ്റവും അവിശ്വസനീയമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ കൈവശം ആകെയുണ്ടായിരുന്നത് ഒരു വീൽചെയറും പിന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു രഹസ്യമന്ത്രവും മാത്രമായിരുന്നു. കയ്യിൽ കാശില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഒന്നും തന്നെയില്ല. ഈ അവസ്ഥയിലാണ് അദ്ദേഹം ഒരു ലോകയാത്രയ്ക്ക് ഇറങ്ങിത്തിരിച്ചത്. കയ്യിലൊന്നുമില്ലാതെയുള്ള യാത്ര എത്രത്തോളം കഠിനമായിരിക്കുമെന്ന് നമുക്കൂഹിക്കാമല്ലോ അല്ലേ? വിശപ്പും ഒറ്റപ്പെടലും നിരാശയുമൊക്കെ നിറഞ്ഞ എത്രയോ രാത്രികൾ. എന്നാൽ ആ യാത്രയിൽ ചില നല്ല മനുഷ്യരും അദ്ദേഹത്തിന് കൂട്ടായി. ഒരു ദിവസം രാത്രിയായപ്പോൾ അദ്ദേഹം ഒരു വിജനമായ പട്ടണത്തിലെത്തിച്ചേർന്നു. നോക്കുമ്പോഴുണ്ടല്ലോ, കടകളെല്ലാം അടഞ്ഞ് വഴികൾ ശൂന്യമായി. കൂരിരുട്ടിൽ അദ്ദേഹം ഒറ്റയ്ക്ക്. വിശപ്പും ദാഹവും ഒരുപാട് അലട്ടിയിരിക്കാം, പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ യാത്രയെ തളർത്തിയില്ല. എന്നാൽ യാത്ര ഇറ്റലിയിലെത്തിയപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മാറി. ചാർലിയുടെ ആ ഒരു തളരാത്ത ആത്മവിശ്വാസം കണ്ടിട്ട് ആളുകളുടെ ഹൃദയമലിഞ്ഞു. അദ്ദേഹത്തിന്റെ കഥ പലർക്കും ഒരു വലിയ പ്രചോദനമായി മാറി. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം കണ്ടിട്ട് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ അദ്ദേഹത്തിന് യാത്ര തുടരാനായി 20,000 ഇറ്റാലിയൻ ലീറ സമ്മാനമായി നൽകി. ആലോചിച്ചു നോക്കൂ, അന്നത്തെ കാലത്ത് അതൊരു വലിയ സഹായമായിരുന്നു. പണത്തേക്കാളും ഉപരി അത് വലിയൊരു അംഗീകാരമായിരുന്നു. ആ പണം കൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ ചാർലിയെ അനുഗ്രഹിച്ചു. സുഹൃത്തേ, മുന്നോട്ടു പോകൂ, നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും സഫലമാകും. കണ്ടില്ലേ, ചാർലി തന്റെ യാത്രയിലൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ എത്ര വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ 2 വർഷത്തെ ആ അത്ഭുതയാത്ര കഴിഞ്ഞ് ചാർലി ബ്രൗൺ സാൻ ഫ്രാൻസിസ്കോയിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ശരിക്കും ഒരു ആഘോഷം തന്നെയായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഒരൊറ്റ കാര്യമായിരുന്നു. വിമാനത്താവളത്തിലിറങ്ങുമ്പോൾ അദ്ദേഹത്തെ കാത്ത് 100 കണക്കിന് റിപ്പോർട്ടർമാരുണ്ടായിരുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു ആ 33കാരനെ. അസാധ്യമെന്ന് കരുതിയത് നേടിയ ആ മനുഷ്യനെ. എല്ലാവരുടെയും വായിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഇത്രയും വലിയ പരിമിതികൾക്കിടയിലും താങ്കൾ ഇതെങ്ങനെ സാധിച്ചു? എന്തായിരുന്നു താങ്കളുടെ വിജയത്തിന് പിന്നിലെ ആ രഹസ്യശക്തി? ആ ചോദ്യങ്ങൾക്കിടയിൽ ഒരു നിമിഷം നിശബ്ദനായി ചാർലി ഒരു റിപ്പോർട്ടറുടെ അടുത്തേക്ക് ചെന്ന് ചെവിയിൽ മെല്ലെ മന്ത്രിച്ചു. ഒരൊറ്റ വാക്ക്: ധൈര്യം. അതെ, ആ വലിയ വിജയത്തിന് പിന്നിലെ രഹസ്യം അതായിരുന്നു. വളരെ ലളിതമായ, പക്ഷെ അത്രയേറെ ശക്തമായൊരു വാക്ക്. ഇനി ഈ പാഠം നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. ചാർലി ഇതിനെ ഒരു ബീജമന്ത്രം എന്നാണ് വിളിച്ചത്. അതായത് ഇത് പുറത്തുനിന്ന് ആരെങ്കിലും തരുന്നൊരു അത്ഭുത ശക്തിയല്ല, നേരെ മറിച്ച് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ മുളപൊട്ടേണ്ടതൊന്നാണ്. ഈ ബീജമന്ത്രത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് എന്തു വന്നാലും തളരാത്ത ധൈര്യം. രണ്ടാമത്തത് മറ്റൊരാളെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ്, അതായത് സമ്പൂർണമായ സ്വാശ്രയത്വം. ഈ 2ഉം കൂടി ഒന്നിക്കുമ്പോഴാണ് നമുക്ക് ഏത് മലയും മറികടക്കാൻ കഴിയുന്നത്. അപ്പോ ചാർലിയുടെ ഈ യാത്ര വെറുമൊരു ലോകസഞ്ചാരം മാത്രമായിരുന്നില്ല. ശാരീരികമായി ഇത്രയധികം പരിമിതികളുള്ള തനിക്ക് ഇത് ചെയ്യാമെങ്കിൽ പിന്നെ ഒരു കുഴപ്പവുമില്ലാത്ത നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ എന്തുകൊണ്ട് നേരിട്ടുകൂടാ എന്നൊരു ചോദ്യം അദ്ദേഹം ലോകത്തോട് ചോദിക്കുകയായിരുന്നു. നിരാശപ്പെട്ടിരിക്കുന്നവർക്കൊരു വഴികാട്ടിയാവുകയായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ചാർലി ബ്രൗൺ ആ വീൽചെയറിലിരുന്ന് ലോകം മുഴുവൻ കറങ്ങി. ഇനി നിങ്ങൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന് നിങ്ങൾ എഴുതിത്തള്ളിയ ആ അസാധ്യമായ ദൗത്യം
എന്താണ്? ഒരുപക്ഷെ നിങ്ങൾക്കും വേണ്ടത് ചാർലിയുടെ ആ ബീജമന്ത്രം തന്നെയായിരിക്കും. തളരാത്ത ധൈര്യവും സമ്പൂർണമായ ആത്മവിശ്വാസവും.